വലിയ ഒരു അനാസ്ഥയുടെ തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തെ സർക്കാർ തലത്തിലുള്ള വലിയൊരു വീഴ്ചയുടെ ഉദാഹരണമാണിത്. 2 മന്ത്രിമാർ പോലും സംഭവ സ്ഥലത്ത് വന്ന് തെരച്ചിലിനെ വൈകിപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞത് തന്നെ ഈ ദുരന്തത്തിൻ്റെ ഒരു ക്രൂരമുഖമാണ് കാണിക്കുന്നത്. പക്ഷേ ഇന്ന് ന്യായീകരണവുമായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആരോഗ്യരംഗത്ത് കേരളം ഇന്ന് അനുഭവിക്കുന്ന ദുരവസ്ഥയുടെ ഒരവസ്ഥയാണ് ഈ പാവപ്പെട്ട അമ്മച്ചിയുടെ മരണം. ഇനിയെങ്കിലും സർക്കാർ ദുരഭിമാനം വെടിഞ്ഞിട്ട് ശാശ്വതമായ കേരളത്തിലെ ആരോഗ്യരംഗത്ത് പരിഹാരം കാണണം. ഇത് എങ്കിലും അവർക്കൊരു അനുഭവമായിട്ട് മാറണം. ധാർഷ്ട്യതയും ദുരഭിമാനവും കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് കേരളം നമ്പർ 1 ആയെന്ന് പറയുകയും, പക്ഷേ ഇതുപോലുള്ള അനാസ്ഥകൾ, മനുഷ്യസഹജമായ അനാസ്ഥ എന്ന് പറയണം. അതിന് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ തന്നെ വന്ന് ഇതിനിടയിൽ ആരുമില്ല എന്ന് പറയുകയും, ഒരു ജീവൻ്റെ തുടിപ്പുണ്ടായിരുന്നെങ്കിൽ രക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതുപോലും ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെ എത്തേണ്ടിയിരുന്നതായിരുന്നല്ലോ. എത്തേണ്ടിയത് അവരുടെ ജനത്തിൻ്റെ, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സാധാരണ ജനങ്ങളുടെ പ്രതിഷേധം അവർക്കറിയാം. ആ പ്രതിഷേധത്തെ ഭയന്നാണ് വരാത്തത്. രക്ഷാപ്രവർത്തനം ശരിയായ രീതിയിൽ തന്നെ നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അത് എല്ലാവർക്കും തീർച്ചയായിട്ടും കുടുങ്ങിക്കിടന്ന് നമുക്കറിയാലോ, എത്രയോ മണിക്കൂറുകൾ കിടന്നിട്ട് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഈ ജീവനോടെ നമ്മൾ എത്രയോ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ആ സമയത്ത് തന്നെ കോട്ടയം സിറ്റിയിൽ ഭരണത്തിൻ്റെ മന്ത്രിമാർ 10 മന്ത്രിമാരുൾപ്പെടെ തൊട്ട് 5 കിലോമീറ്റർ അപ്പുറം ഉള്ളപ്പോൾ, മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് തന്നെ എല്ലാ സംവിധാനവും ഉള്ളപ്പോൾ 2-2.5 മണിക്കൂർ വൈകിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ പാവപ്പെട്ട അമ്മേനെ രക്ഷിക്കുവാനുള്ള ഒരു സാഹചര്യം ഭരണകൂടം തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ്.